ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓർക്ക എഡി. നമ്മുടെ ഫസ്റ്റ് ബേബി വന്ന് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ബേബി പുറത്ത് വന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കണ്ടത് കണ്ടപ്പോഴാണ്. ഇപ്പോൾ എന്തായാലും സെക്കൻഡ് ബേബിയുടെ ഡെലിവറി കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് എപ്പിസോഡിൽ നിങ്ങൾക്ക് സെക്കൻഡ് ബേബിയെ ഷേഡി ഡെലിവറി ചെയ്യുന്നത് ക്ലിയറായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ മാക്സിമം ഞാൻ ശ്രമം നോക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ആക്ച്വലി നല്ല ടയേർഡാണ്. ഫസ്റ്റ് ബേബി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 hour അടുപ്പിച്ചായി. 1 hour ആയപ്പോഴാണ് ആക്ച്വലി സെക്കൻഡ് ബേബി വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെയർ കംസ് യെസ്. രണ്ടാമത്തെ ബേബി വരെയാണ്. നിങ്ങൾക്ക് ആ സാക്ക് കാണാൻ, ചെറിയ സാക്ക് കണ്ടൂടെ? ആ സാക്കിൽ നിന്ന് ഇപ്പോൾ അവൾ ജസ്റ്റ് പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്തിപ്പോൾ അത് നക്കി ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് അവൾ ഫസ്റ്റ് സാക്ക് ഫുള്ളി വെളിയിൽ എടുക്കാണ്ട് തന്നെ അവൾ ഫസ്റ്റ് ആ ഫേസ് വെളിയിൽ വരുന്നതിനെ അവൾ തന്നെ സാക്ക് കടിച്ച് പൊട്ടിക്കും. മൂക്കിൻ്റെ അവിടെ, പപ്പിയുടെ മൂക്കിൻ്റെ ഫേസിൻ്റെ അവിടെ വെച്ച് ആ സാക്ക് കടിച്ച് പൊട്ടിച്ച് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവളിപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളി ക്ലീൻ ചെയ്തെടുത്ത് ബാക്കിൽ നിന്ന് നോക്കിയപ്പം കുറച്ച് അവിടെ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവൾ ആ ഫേസ് കടിച്ച് പൊട്ടിക്കും. ഫേസിൻ്റെ അവിടത്തുള്ള സാക്ക് കടിച്ച് പൊട്ടിക്കും. എന്നിട്ട് അപ്പോഴത്തേക്കും പപ്പൊന്ന് ബ്രീത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ചില സമയത്ത് പപ്സ് അപ്പം തന്നെ ബ്രീത് ചെയ്യില്ല. അവരുടെ മൂക്ക് അല്ലെങ്കിൽ വായന അവിടെ ആ സാക്കിലുള്ള ലിക്വിഡ് ഫ്ലൂയിഡ് കയറിയിട്ട് അടഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടോ സാക്ക് പൊട്ടി. സാക്ക് അവൾ കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ അവൾ അത് എല്ലാ ഡോഗ്സും അവർ തന്നെ ഇതെല്ലാം കഴിക്കും കേട്ടോ. എല്ലാം അവർ തന്നെ കഴിക്കും. ആ വേസ്റ്റ് കംപ്ലീറ്റ് അവർ കഴിക്കും. നിങ്ങൾക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൺലെസ് അതർവൈസ് മദർ ഈസ് ടു ലേസി ഓർ അറിയാത്ത അങ്ങനത്തെ എനിക്കറിയില്ല. ഇത് ബേസിക് അവരുടെ ഇൻസ്റ്റിക്റ്റിൽ തന്നെ അവരെന്തായാലും കഴിക്കും. ബിക്കോസ് ഷെഡിയുടെ ഇത് ഫസ്റ്റ് വെൽപ്പിംഗ് ആണ്. അവളുടെ ഫസ്റ്റ് ലിറ്ററാണ് ഇത് ഇറങ്ങുന്നത്. ബട്ട് ഷി ന്യൂ ഓൾറെഡി എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം അവൾക്ക് തന്നെ അറിയാമായിരുന്നു. ആൻഡ് യെസ്, നമ്മൾ ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൾ അതെല്ലാം ക്ലീൻ ചെയ്തു. ബേബിയുടെ ഫേസൊക്കെ നക്കി അവൾ തന്നെ ക്ലിയർ ചെയ്തു. മൂക്കെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ ബേബിയുടെ അമ്പലിക്കൽ കോഡ് പോകുന്നത് അതൊക്കെ അവൾ തന്നെ കടിച്ച് എടുത്തോളും. മാക്സിമം അതിനെ അടുത്ത് വരെയൊക്കെ മദർ ഡോഗ് തന്നെ കടിച്ച് എടുക്കും. പിന്നെ ഭയങ്കര അടുത്തെത്താറാകുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ തന്നെ കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്, ഇൻ കേസ് അവർ കറക്റ്റായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ. ഇതിലിപ്പോൾ ഷേഡി കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. ഷേഡി കറക്റ്റായിട്ട് കടിച്ച് ചെറുതാക്കി എടുക്കും. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ വീഡിയോയും അവർ ഷേഡി തന്നെയാണ് ആക്ച്വലി അതിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ചുകൂടെയൊക്കെ കുറയ്ക്കുന്നത്. ബ്ലഡ് വരും, ഡോണ്ട് പാനിക്, അത് നോർമലാണ്. ഇതിപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അത് കെട്ടി വെച്ചാലും ഇറ്റ്സ് സെയിം, കുഴപ്പമൊന്നുമില്ല. കെട്ടി വയ്ക്കുന്നത് അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും കയറാണ്ടിരിക്കുകയാണ്. സിൻസ് ഇറ്റ് ഈസ് ഓപ്പൺ, അതൊന്ന് ക്ലോസ് ആവാനും ഹീലാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ മീൻ വൈൽ അത് അമ്പലിക്കൽ കൂടെ അവൾ കടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ അത് കടിച്ച് പൊട്ടിച്ചു. ഇനി പതുക്കെ ചെന്നിട്ട് അടുത്തെത്തി. യെസ്, ബേബി കരയുന്ന ഇറ്റ് ഈസ് ഓൾസോ അതും ഒരു എവിഡൻസ് ആണ്. ബേബി ഈസ് ഹെൽത്തി എന്ന് നമുക്കറിയാൻ പറ്റും. അമ്പലിക്കൽ കൂടെ കെട്ടിയുമ്പോൾ ആ ബ്ലഡ് പോകുന്നുണ്ട്. അത് ദാറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് നോർമൽ ഉള്ളി. അത് അവൾ കടിച്ച് പൊട്ടിച്ചെങ്കിലും അത് കുറച്ച് നീളം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചും നമ്മൾ അവളുടെ കൊടുത്ത് അത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബേബി ഈസ് ഹെൽത്തി, യു ക്യാൻ സി അവൾ ക്ലിയറാണ്. നമുക്കിങ്ങനെ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മളതൊന്ന് ഫുള്ളി അവളെ പപ്സിനെ ഒന്ന് റബ്ബ് ചെയ്ത് നല്ലോണം ആ ഫ്ലൂയിഡൊക്കെ ഒന്ന് തുടച്ച് ക്ലിയറാക്കി എടുത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ ശ്രമിക്കുക. പറ്റുന്നിടത്തോളം നമ്മൾ നല്ല അബ്സോർബിങ് മെറ്റീരിയലായിട്ടുള്ള പഴയ മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വാഷ് ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുണ്ട് നമ്മൾ ഇതൊക്കെ വെൽപ്പിംഗ് പീരീഡിന് മുമ്പ് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ ഡോഗ് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ആക്ച്വലി ഒരു 2-3 മുണ്ട് റെഡിയാക്കി വെക്കുക. ബിക്കോസ് ഇതൊക്കെ ലാർജ് ബ്രീഡ്സാണ്. ഇവർ സംവെയർ അറൗണ്ട് 2 to 15 പപ്സ് എവിടെയെങ്കിലും ഉണ്ടാവും. സോ നമുക്ക് തന്നെ ഇവിടെ ഇപ്പം 7 പപ്സ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇത്രയും മുണ്ടിൻ്റെ ആവശ്യം വരും. ജസ്റ്റ് അപ്പോൾ ഒരു 2-3 മുണ്ടെങ്കിലും റെഡിയാക്കി വെച്ചേക്കാം. സോ നമ്മളിത് സെക്കൻഡ് പപ്പിനെ തുടച്ച് റെഡിയാക്കി എടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ
ബ്ലഡൊക്കെ വരുന്നുണ്ട്. ബട്ട് ഡോണ്ട് ഗെറ്റ് പാനിക്. ഇറ്റ് ഈസ് വെരി നാച്ചുറൽ, വെരി നോർമൽ. ഫസ്റ്റ് പപ്പ് അവിടെ ഉണ്ട്, ഓൾറെഡി ക്ലീനൊക്കെ ചെയ്ത് അതിനകത്ത് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോൾ ആ ബാസ്ക്കറ്റ് പേപ്പറൊക്കെ കീറിയിട്ട് ആ ഫിലമെൻറ്റ് ബൾബ് തന്നെ മേടിക്കുക ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. 60 വാട്ട് 30 അല്ലെങ്കിൽ 60 ഇട്ടാൽ മതിയാവും. അത് ചൂടനുസരിച്ച് ആ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അമ്പലത്തിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യാനുണ്ട്, അപ്പോൾ അത് ഷെയ്ഡ് തന്നെ കൊടുക്കുകയാണ്. ഷെയ്ഡ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കുറച്ചെടുത്തോളൂ. അത് പപ്സിന് ഓഫ് കോഴ്സ് വേദന എടുക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് കടിച്ച് റെഡിയാക്കി അതാണ് കരയുന്നത്. അത് വേറെ കുഴപ്പമൊന്നുമില്ല. മദർ ഡോഗ്സിന് തന്നെ അറിയാമല്ലോ എത്രയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. സോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറച്ചൊരു 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നൂല് കട്ട് ചെയ്ത് കഴിഞ്ഞ് നൂല് വെച്ച് കെട്ടിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ലത്. ഓക്കെ ഫ്രണ്ട്സ്, സോ ദെയർ കംസ് അവർ സെക്കൻഡ് പപ്പ്. നമ്മുടെ സെക്കൻഡ് പപ്പും വന്നിരിക്കുകയാണ്. ഹെൽത്തി ആൻഡ് ഷീസ് എ വെരി ആക്റ്റീവ് പപ്പ്. നമ്മൾ ഇനി പപ്പിനെ കുറച്ച് ഫീഡ് ചെയ്യാൻ കൊടുക്കണം. ബാക്കിയുള്ള പപ്സിൻ്റെ ഡെലിവറിയൊക്കെ കൂടെ ഞാൻ ഇനി ഒരു അടുത്ത എപ്പിസോഡിൽ നല്ലൊരു സിംഗിൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. So till then, take care and enjoy and cherish your moments with your paw friends. Bye.